മലയോര സമരജാഥയിലെ അപമാനത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ലീഗിൽ പ്രതിഷേധം. സംഭവത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതാക്കളെ പ്രതിഷേധം അറിയിച്ചു. മീനങ്ങാടിയിൽ നടന്ന സമരയാത്രാ യോഗത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ പ്രസംഗിക്കുന്നത് വി.ഡി. സതീശൻ വിലക്കിയിരുന്നു. മേപ്പാടിയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത യോഗത്തിൽ അബ്ദുള്ള പാറക്കലിനും സമാന അനുഭവമുണ്ടായി. സംസ്ഥാന നേതാവല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്നായിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മായിലിനോട് വി.ഡി. സതീശന്റെ നിർദ്ദേശം. ലീഗിലെ പ്രധാന നേതാക്കൾ യാത്രയെ അവഗണിച്ചതിൽ പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പ്രസംഗിക്കാൻ പി ഇസ്മായിലിനെ ക്ഷണിച്ചപ്പോൾ ഇദ്ദേഹം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയാണോ എന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. സംസ്ഥാന നേതാക്കൾ പ്രസംഗിച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. അപമാനിതനായി ലീഗ് നേതാവ് തിരികെ സീറ്റിലിരുന്നു. മേപ്പാടിയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത യോഗത്തിൽ ലീഗ് കൽപ്പറ്റ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ഹംസയായിരുന്നു അധ്യക്ഷൻ. എന്നാൽ ടി ഹംസയ്ക്ക് അവസരം നൽകിയില്ല. ടി സിദ്ദിഖ് പരിപാടി നിയന്ത്രിച്ചതോടെ ലീഗ് നേതാക്കൾ പിന്നിലായി. ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള 2 മിനിറ്റ് സംസാരിച്ചെങ്കിലും സതീശൻ വേദിയിലെത്തിയതോടെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. മീനങ്ങാടിയിലെ അപമാനത്തെ തുടർന്ന് മേപ്പാടി യോഗത്തിലേക്ക് അധികം ലീഗ് നേതാക്കളും എത്തിയില്ല. യോഗത്തിനു ശേഷം ലീഗ് നേതാക്കൾ ഇക്കാര്യം ചർച്ച ചെയ്തു. സംഭവത്തിൽ ഒരു വിഭാഗം പരസ്യമായി നേതാക്കളോട് തർക്കിക്കുകയും ചെയ്തു. സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാമെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ലീഗ് സംസ്ഥാന നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചു. നേതൃത്വം ഇടപെട്ട് പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചതായി ലീഗ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പി ഇസ്മായിൽ ഉൾപ്പെടെയുള്ളവർ വഴങ്ങിയിട്ടില്ല. കൊടികൾ വിലക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം സംഘടിപ്പിച്ച സംഭവങ്ങളിൽ ഉൾപ്പെടെ വയനാട്ടിൽ ലീഗിന് അതൃപ്തിയും പ്രതിഷേധവും ഉണ്ടായിരുന്നു. പുതിയ സംഭവം അത് ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ കാലത്തും എന്തിന് അഭിമാനം പണയം വെച്ച് കോൺഗ്രസ് പരിപാടിക്ക് ആളെ കൂട്ടണമെന്ന് ലീഗ് ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തർക്കം പടരുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.